എന്താ? ഞാൻ ഉറങ്ങിപ്പോയടാ. ഞാനിടയ്ക്ക് എങ്ങനെയാ ഉറങ്ങല്? ഒന്നുമില്ല. ആ ഇവിടെ ഉണ്ടേനോ? ഓ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എന്താണ് മഹാനെ, ഭയങ്കര സങ്കടത്തിലാണല്ലോ. ഞാൻ സങ്കടത്തിലൊന്നുമല്ല. നിനക്ക് എന്താടാ പറ്റിയേ? ഇന്നലത്തെ ആ പ്രശ്നമാണോ? ഡാടാ മൂട്ടിരിക്കുന്നു. മൂട്ടുവേ, ചേട്ടനൊരു ചായ എടുത്തിട്ട് വാ. ഒന്ന് എടുത്തിട്ട് വാടാ. ചക്കരല്ലേ? ഇനി പറ, എന്തു പറ്റി? ഒന്നുമില്ലടാ, എനിക്ക് മനസ്സൊന്നും അത് പോകുന്നില്ല. എന്ത്, അവളൊന്ന് ചീത്ത പറഞ്ഞതാ? ആന്നേ, ഞാൻ വെറുതെ നിൽക്കുന്നില്ലേ, എന്നെ വെറുതെ വന്ന് ചീത്ത വിളിച്ചിട്ട് പോവാ? വിട്ടേക്കടാ, അങ്ങനെ ഓരോ വട്ടുണ്ടാവും. എന്തൊരു അഹങ്കാര പെണ്ണിനെ. അല്ല, നീ എന്തിനാ അവളെ ആലോചിച്ചിരിക്കണേ? സംതിങ് ഫിഷി. പോടാ പോടാ, എനിക്ക് ആ സാധനത്തിന്റെ മുഖം ആലോചിക്കുമ്പോ തന്നെ ദേഷ്യം വരുന്നു. ഓ ആയിക്കോട്ടെ. റെഡി ആവാനോ? എങ്ങോട്ട്? നമ്മളിപ്പോ എന്തിനാ അവളെ വിട്ടു പോന്നേ? അത് പിന്നെ എന്തെങ്കിലും ഒരു ദിവസം വരാന്നല്ലേ പറഞ്ഞേ? അയ്യോ, അവള് വിചാരിച്ചു ഇന്നാണ്. ഇനിയിപ്പോ എന്താ, നമുക്ക് പോവാം. ആ നീ വരുന്നില്ല അർജുനെ? ഓ ഞാനൊന്നുമില്ല. വാടാ, നീ ഇല്ലാണ് ഞാനെങ്ങനെ പോവാ? നിന്റെ ഗേൾഫ്രണ്ടിന്റെ വീടല്ലേ, നീ എന്നെ അങ്ങ് പോയാ മതി. അർജുനെ കളിക്കില്ലേ, ഞാൻ മുണ്ടൂല കേട്ടോ. വന്നോ, നല്ല ഫ്രണ്ട് അല്ലേ, പ്ലീസ്. വരാ. എന്നാ വാ, മാറ്റാം. മീര, എനിക്ക് വഴി അറിയില്ലേ? ചേട്ടൻ വിട്ടോ ചേട്ടാ, ഇതൊക്കെ തന്നെയാ കറക്റ്റ്. അല്ല, അർജുനേട്ടൻ എന്ത് പറ്റി? ഇന്നലെ ഉത്സവത്തിന് വന്നപ്പോ തുടങ്ങിയതാണല്ലോ. എന്ത് പറ്റി ചേട്ടാ? ഒന്നുമില്ല. ഒന്നുമില്ല എന്നല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല മീരേ. അതെന്താടാ അവിടെ? പറഞ്ഞ പോലെ അവിടെ എന്തൊരു ആൾക്കൂട്ടം. ഇനി വല്ല ആക്സിഡന്റ് ആണോ? എടാ, നീ എന്തായാലും ഒന്ന് സൈഡാക്ക്. ഒരു മിനിറ്റ്. കോച്ചേ, മര്യാദക്ക് ഞാൻ പറഞ്ഞ പൈസ തന്നിട്ട് പോയിക്കോ. പിന്നെ ഞാൻ അതിന് മാത്രം ദൂരം ട്രാവൽ ചെയ്തില്ലല്ലോ. തോന്നി പൈസ പറയാലേ. ഇപ്പൊ തരും, മര്യാദക്ക് കുറച്ച് തന്നോ? പിന്നെ കുറച്ചു തരാനേ, ഇത് എന്റെ ഓട്ടോ. ഞാൻ പറയുന്നത് എവിടെ പൈസ? നിങ്ങൾ പറഞ്ഞ പൈസ എനിക്ക് തരാൻ സൗകര്യമില്ല. ഭയങ്കര അടിയാണല്ലോ. അതെ അതെ. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? അതൊരു കൊച്ച ഓട്ടക്കാരനായിട്ട് അടി ഉണ്ടാക്കാൻ മോനെ. ദേ നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. അർജുനെ, ഓ ഇവളായിരുന്നു. അടി ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വാടാ, നമുക്ക് ചോദിച്ചു നോക്കാം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ സജിനെ? ഞാൻ പോവാ. എടാ വാടാ, നമുക്ക് അറിയുന്ന ആളല്ലേ. ആർക്കറിയുന്നേ? എനിക്കറിയുന്നില്ല, ഞാൻ പോവാ. നിനക്ക് വേണ്ട വേണ്ട, മാറിക്ക്, ഞാൻ വണ്ടി എടുക്കട്ടെ. അല്ലേ ചോദിച്ചു നോക്കല്ലേ, അതല്ലേ ഞാനും മലയാളത്തിൽ പറഞ്ഞപ്പോ. എന്നാ വാ ചോദിക്കാം. ഞാൻ പറ്റൂലെന്ന് പറഞ്ഞില്ലേ? എന്താ ചേട്ടാ, എന്താ പ്രശ്നം? അത് പിന്നെ ഇവനോ? അത് പിന്നെ മോനെ, എന്റെ ഓട്ടോയിൽ ട്രാവൽ ചെയ്തിട്ട് ഇവക്ക് പൈസ തരാൻ സൗകര്യം ഇല്ലെന്നാ പറയുന്നത്. ഞാൻ എന്താ ചെയ്യണ്ടേ? ആ പൈസ അങ്ങ് കൊടുത്താ പോരെ? 500 രൂപയാ ഇപ്പൊ കൊടുക്കും ഞാൻ. 500 റുപ്യ ഇച്ചിരി കൂടുതലല്ലേ ചേട്ടാ? എന്റെ ഓട്ടോ, അവള് കേറിയതിന് ഞാൻ എന്ത് ചെയ്ത്? ഞാൻ പറയുന്നത് അവള് പൈസ. എന്റെ അടുത്തില്ല 500 രൂപ തരാൻ. നീ തരണ്ട, പോലീസ് വരട്ടെ. പോലീസ് വരട്ടെ. അയ്യോ, ചേട്ടനിപ്പോ എന്താ വേണ്ടേ? 500 രൂപയല്ലേ, ഞാൻ തരാം. ആര് തന്നാലും വേണ്ടില്ല, എനിക്കിപ്പോ 500 രൂപ കിട്ടിയാ മതി. ഗൂഗിൾ പേ ഉണ്ടോ? എന്നാ അയക്കാം. ഓ, ഇവനിത് എവിടുന്നാ? അയച്ചിട്ടുണ്ട്. ഞാൻ പോവാ. പക്ഷേ കൊറേ കാലത്തിന് ശേഷം കണ്ട അടിയേന്നു. തീർന്നു. ബാ, ഇനി വേറെ എവിടെ ഉണ്ടോ പോയി നോക്കാം. നീ എവിടെ പോയാലും ഇങ്ങനെ തന്നെയല്ലേ? ഇയാളെന്തിനാ എന്നെ രക്ഷിക്കാൻ വന്നേ? വെറുതെ പൈസ കൊണ്ടേ കളഞ്ഞു. എന്റെ പൈസയല്ലേ, ഞാൻ സഹിച്ച്. ഒന്ന് അടി ഉണ്ടാക്കാതെ വീട്ടിൽ പോവാൻ നോക്ക്, അഹങ്കാരി. വേണ്ടത് വിളിച്ചാണ്ടല്ലോ. അല്ലേലും സത്യം പറയുന്നതൊക്കെ കുറ്റാണല്ലോ. എന്തേ പോകുന്നില്ലേ? ഞാൻ പോയിക്കോളൂ. ഇനി ഇവിടുന്ന് വണ്ടിയൊന്നും കിട്ടൂല. വേണേ ഞങ്ങളെ കൂടെ വാ. അവൻ പറഞ്ഞാലും കാര്യണ്ട്, ഞങ്ങളെ കൂടെ വന്നോ. എനിക്കൊന്നും വയ്യ ഈ അഹങ്കാരിന്റെ കൂടെ വരാൻ. എന്നാ നീ വരണ്ട, ഇവിടെ നിന്നോ. വാടാ സജിനെ. എടാ, അങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ പറ്റുമോ? ഈ സ്ഥലം ഭയങ്കര മോശാ. വിളിച്ചിട്ട് വരാഞ്ഞിട്ടല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ ഒന്നുകൂടെ വിളിക്ക്, വരും. ദേ ഒന്നുകൂടെ ചോദിക്കാ, വരുന്നുണ്ടേ വാ. ഈ സ്ഥലം അത്ര നല്ല സ്ഥലമൊന്നുമല്ല. ഓ, എന്താ ചെയ്യാ? ഈ കുരങ്ങനെ കൂടെ പോണ്ടി വരുമല്ലോ. ഈ സ്ഥലം അത്ര നല്ലതല്ല. പോവാ. അനു, നീ സഹിക്കേ, കുറച്ച് നേരല്ലേ. അതെ, വരുന്നുണ്ടോ? വരാം. എന്നാ വാ. അല്ല, ചേച്ചിന്റെ പേരെന്താ? എന്റെ പേര് അനന്യ. പിന്നെ ചേച്ചിനൊന്നും വിളിക്കണ്ട കേട്ടോ, നമ്മളൊക്കെ സെയിം ഏജ് ആണോ? അതെ. ഓ, ബ്രോ അവിടെ ആക്കിയാ മതി കേട്ടോ. ഓക്കെ. അർജുനെ, നിനക്കെന്ത് പറ്റിയടാ? ഒന്നുമില്ലേ? ഓ,
അർജുൻ എന്നാണോ ഈ കുരങ്ങന്റെ പേര്? നല്ല പേര്. ഇവിടല്ലേ? ആ ഇവിടെ തന്നെ. ബൈ ബൈ. ഇതന്നെയാണോ വീട്? അതെ, വാ ഉള്ളിലേക്ക് വാ. ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. കാത്തൊന്ന് മടുത്തോ? പിന്നെ അല്ലാതെ. വാ വാ വരുന്നേ. അല്ല മോട്ടൊക്കെ ഇവിടെ. അവൻ ഒരു എക്സാമും കൂടി ഉണ്ട്, അതിന് അമ്മ ഇരുത്തി പഠിപ്പിക്കുക. എന്നാ വാ. എന്റെ ചിന്നോ, എന്ത് രസാടി ഇവിടെയൊക്കെ. ഇതന്നെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ. ഓ എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നില്ല. അല്ല ചേട്ടനൊക്കെ ഇവിടെ? അവരൊക്കെ ചുറ്റിക്കാണ്. ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ അടിപൊളി വീട് കാണുന്നേ. എനിക്ക് എന്റെ വീടിനേക്കാൾ ഈ വീടാ ഇഷ്ടം. എന്തൊരു രസാ. അല്ല നിന്റെ അമ്മമ്മയൊക്കെ ഇവിടെ? ആ അമ്മമ്മ അപ്പത്തെ വീട് വരെ ഒന്ന് പോയതാ, ഇപ്പൊ വരുമായിരിക്കും. ഓഹോ ചിന്നോ, എന്താ നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ എത്ര നേരം വിളിക്കുന്നത്. എന്താ നിന്റെ ഫോണിന്റെ ചാർജർ ഒന്ന് തന്നെ. നിന്റെ ചാർജർ എവിടെ? ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. എന്തായാലും ഞാൻ നിന്റെ ചാർജർ എടുക്കുവേ, പറഞ്ഞില്ല എന്ന് പറയരുത്. ആ ശരി. അല്ല ചിന്നി ഇവളെന്താ ഇവിടെ? ഓ ഇന്നലെ വന്നതാ. നല്ല രസമായിരിക്കല്ലേ. മീരെ ഉണ്ടല്ലേ, നിന്റെ ബെസ്റ്റി അല്ലേ ചിന്നോ. എന്താ ദിയാ, ആ ചാർജർ അവിടെയൊന്നും ഇല്ല, ഒന്ന് എടുത്തു തന്നെ. ഓ ഞാൻ എടുത്തു തരാം. മീരേ. ഇതാരാ? ഹായ് ബ്രോ. ഹായ്. എന്താ ചേട്ടാ വിളിച്ചേ? നിന്നെ അമ്മ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല പറഞ്ഞു. ഓ ഇവളെ ചേട്ടനാണോ? സുന്ദരൻ തന്നെ. ദിയ എന്താ ചിന്നു? ഓ നിനക്ക് ചാർജർ അല്ലേ വേണ്ടേ? ഞാൻ എടുത്തരാം വാ. ഹായ് ബ്രോ. ഹായ്. ബ്രോക്ക് എന്നെ അറിയോ? ഇല്ല. ചിന്നുവിന്റെ സിസ്റ്റർ എങ്ങാനാണോ? ഞാൻ അവളെ കസിനാ. മീരാന്റെ കൂടെ തന്നെയാ പഠിക്കുന്നേ. ഓ ആണോ? മീരാന്റെ ചേട്ടനല്ലേ? ആ അതെ. ഞാൻ ദിയ. ഞാൻ സജിൻ. മീര. കയ്യൊന്ന് വിട്ടിരുന്നെങ്കിൽ. അയ്യോ സോറി സോറി. ബ്രോ എന്താ ചെയ്യുന്നേ? ഞാനിവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാ. ഓ ഇവിടെ നല്ല രസാ. ഇവിടെ അടുത്തൊരു കുളമൊക്കെ ഉണ്ട്, വേണേ നമുക്ക് അവിടേക്കൊന്ന് പോവാം. അതിനെന്താ, നമുക്കിപ്പോ പോയാലോ? ആ അവരൊക്കെ വിളിക്കണ്ടേ? ഓ അവരൊക്കെ വേണം. എന്താ? ഒന്നുമില്ല, അവരൊക്കെ വിളിക്കാം. പിന്നെ ചേട്ടൻ ഭയങ്കര സുന്ദരനാട്ടോ. താങ്ക്സ്. എന്നാ ഞാൻ അവരൊക്കെ വിളിക്കട്ടെ? ആ വിളിക്ക്. എങ്ങനെങ്കിലും വളയ്ക്കണം. ആ അർജുൻ എവിടെ പോയോ ആവോ? വിളിച്ച് നാട് വിട്ടോ. പോയോക്കാം.